മലയാളം ടെലിവിഷൻ പ്രേമിയുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബവിളക്ക് ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ചാനലിന് കോപ്പിറൈറ്റ് കിട്ടി ഉടൻ തന്നെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സെക്കൻഡ് ചാനലുണ്ട്. ആ ഒരു സെക്കൻഡ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനിയുള്ള വീഡിയോകൾ ഉടൻ തന്നെ ആ ചാനലിലായിരിക്കും വരുന്നത്. അപ്പോൾ ആ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ കുടുംബവിളക്കിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ അരവിന്ദനാണെങ്കിൽ ഇന്നലെ രഞ്ജിത അറിയാതെ 7 ലക്ഷം രൂപ നമ്മുടെ അജ്ഞാതന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു കത്തൊക്കെ എഴുതി വെച്ചാണ് പുള്ളി കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് കോമഡി രംഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി ആ ഒരു സീനൊക്കെ കണ്ടാണ്. അതിനുശേഷം അജ്ഞാതനെ വിളിച്ചു വരുത്തി പൈസ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. തുടർന്ന് അജ്ഞാതന്റെ പുറകെ പോകുന്ന അരവിന്ദനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അജ്ഞാതനെ കണ്ടെത്താൻ ഒരുപക്ഷെ അരവിന്ദന് കഴിയുമോ ഇതെന്ന് എന്താണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടുതന്നെയാണ്. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ശീതളാണെങ്കിൽ സുമിത്ര അടുത്തെത്തി നമ്മൾ കണ്ടാണ്. സുമിത്രയാണെങ്കിൽ ശീതളിന് വേണ്ടി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് വലിയ സന്തോഷത്തോടെയാണ് സംസാരിക്കുക. എന്നാൽ ശീതളിന്റെ മുഖത്ത് സങ്കടഭാവം തന്നെയാണ്. ഈ ഒരു സങ്കടം കണ്ടുകൊണ്ട് സുമിത്ര ശീതളിന്റെ വിഷമകാരണം അന്വേഷിക്കുന്നത് ശീതൾ ഒന്നും വിട്ടു പറയുന്നില്ല. അപ്പോൾ സുമിത്ര പറയുന്നുണ്ട്, പൂജയടക്കം പറഞ്ഞായിരുന്നു മോൾക്ക് എന്തോ വിഷമമുണ്ട്. എന്താ മോളെന്ന് പറയുമ്പോൾ ഒന്നും പറയാതെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൈര ആ ഒരു ആത്മഹത്യ സൂയിസൈഡിന് ശ്രമിച്ച പാടുകൾക്കാണ്, അതായത് ഞരമ്പ് കട്ടിയത്. ഇത് കണ്ട് എന്താ പറ്റിയ മോളെ കഴിക്കുന്ന പറയുമ്പോൾ നമ്മുടെ ശീതൾ കൈ മറച്ചു വെക്കുന്ന കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ശീതളിന് പറ്റിയ ആ ദുരവസ്ഥയുടെ കാരണം എന്തെന്ന് ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നാളെ എന്താണുള്ളത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ദീപുവിനെയാണ് കേട്ടോ. ദീപുവിനാണെങ്കിൽ ഇന്ന് പരമശിവ എടുത്തിട്ട് കൊടയുകയാണ്. ദീപു ആണെങ്കിൽ നമ്മുടെ രഞ്ജിതിനെ പറ്റിക്കുന്ന, അതായത് രഞ്ജിതിനെ വിളിക്കുന്ന അജ്ഞാതൻ ദീപു അയക്കുന്ന ആരോ ആണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കിയാണ്. അങ്ങനെ ആ ഒരു പൈസ ഇന്ന് ദീപുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പൈസയായിട്ട് വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് പരമശിവൻ വരുന്നത്. പരമശിവത്തിന് കൊടുക്കാനുള്ള പൈസ എന്തെന്ന് ചോദിച്ചാണ് പരമശിവൻ വരുമ്പോൾ നമ്മുടെ ദീപു പറയുന്നുണ്ട്, എനിക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല പരമശിവൻ, കിട്ടുവാണെങ്കിൽ ഉടൻ തന്നെ എത്തിക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ പരമശിവൻ പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ വന്നൊരു സീൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് നിന്നെ ഇവിടെ വന്ന് കണ്ടത്. എന്തൊക്കെയാണ് ഞാൻ വിചാരിച്ച ഒരു കള്ളനൊന്നും നീ ഒരു പൊരിങ്കള്ളനാ, അതുകൊണ്ട് നിന്റെ ബാഗ് എന്നു പറഞ്ഞ് ആ ബാഗ് വാങ്ങിച്ചിട്ട് നമ്മുടെ പരമശിവത്തിന്റെ കൂടെയുള്ള ഗുണ്ട ബാഗ് വാങ്ങിച്ചിട്ട് ആ ഒരു പൈസ എടുത്തിട്ട് പോവുക കേട്ടോ. ഇത് കണ്ട് ഒന്നും മിണ്ടാൻ പറ്റാൻ നമ്മുടെ ദീപുവിനെയാണ് കാണാൻ സാധിക്കുന്നത്. ദീപുവും പരമശിവൻ തമ്മിലുള്ള ഇടപാട് എന്താണെന്ന് ഇതൊന്നും മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുന്ന ഒരു എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങൾ എല്ലാവരും എപ്പിസോഡ് റിവ്യൂസും ആകും തന്നെ അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞ ആ സെക്കൻഡ് ചാനൽ ലിങ്ക് ഒന്ന് ജോയിൻ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.